നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ഒളിമ്പ്യാഡ് അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരന്ത സാധ്യതകൾ വിശകലനം ചെയ്യാൻ ദേശീയ ദുരന്ത നിവാരണ സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ശ്രീ ദേവവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും കർക്കിടാരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാനും അവരുടെ സർഗാത്മക ശേഷിയുടെ ഉന്നമനത്തിനുമായി വർണ്ണക്കൂടാരമൊരുങ്ങി. നീർക്കുന്ന ഗവൺമെന്റ് SGV UP സ്കൂൾ അങ്കണത്തിലാണ് വർണ്ണക്കൂടാരമൊരുക്കിയത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പത്മകുമാർ. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ഒളിമ്പ്യാഡ് അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകളും അവസരങ്ങളും മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആലപ്പുഴ സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ഒളിമ്പ്യാഡ് പദ്ധതിയിലെ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരീക്ഷകളുടെ ലോകമാണുള്ളത്. ആ മത്സര പരീക്ഷകളിൽ വിജയികളാവുക എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർക്കതിനൊരു പിന്തുണയും പിൻബലവും കൊടുക്കുക എന്നുള്ളതാണ് ASIO ചെയ്തത്. ഈ തരത്തിലൊരു ചിന്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങൾ നിർഭയമായി ഈ പരിപാടിയിൽ പങ്കാളികളാവുകയും പിന്നെ അത് വേറൊരു ഭയം ജനിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തിനോ എവിടെയോ തടയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ASIOയിലൂടെ ശ്രീ അലക്സ് അടക്കമുള്ളവർ നമ്മുടെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ കണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാളിൻ്റെ ആത്മവിശ്വാസം തകരാതിരിക്കുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുതിർന്ന ആൾക്കാരോടൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ അല്പം പോലും തകരാൻ ഇടവരാത്ത തരത്തിലായിരിക്കണം നമ്മൾ അവരോട് പെരുമാറേണ്ടത്, നമ്മൾ അവരോട് ഇടപെടേണ്ടത്. ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ നമ്മൾ മൊത്തം തകർന്നു പോയിരിക്കുന്നു എന്ന തരത്തിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാറുണ്ടാവും. ഒരിക്കലില്ല. അവരെല്ലാം ഏറ്റവും നന്നായി അതെല്ലാം മുമ്പോട്ട് കൊണ്ടുവരാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ പ്രാഗൽഭ്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കുട്ടികളുടെ ധൈര്യം അല്പം പോലും ചോർന്നു പോകാതെ സംരക്ഷിക്കുക എന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്വമാണ്. ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ കുട്ടികളിൽ മത്സര പരീക്ഷകളിൽ മുന്നോട്ട് പോകുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. മത്സര പരീക്ഷകളുടെ ലോകമാണിത്. അതിൽ വിജയികളാവുക എന്നതിനെ പ്രാധാന്യത്തിലെടുത്തതുകൊണ്ട് കുട്ടികൾക്ക് പിന്തുണയും പിൻബലവും നൽകുകയാണ് ഈ പദ്ധതി ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും മന്ത്രി വിതരണം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെയും കേരള ബാങ്കിന്റെയും ചെന്നിത്തല നവോദയ വിദ്യാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. 3 തലങ്ങളിലായി UPക്കും HSനും വെവ്വേറെ പരീക്ഷകൾ നടത്തി. UP വിഭാഗത്തിൽ 45 മാർക്ക് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്കും HS വിഭാഗത്തിൽ 27 മാർക്ക് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകിയത്. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ADM ആശാ C. എബ്രഹാം, ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ES ശ്രീലത, മറ്റുദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുരന്ത സാധ്യതകൾ വിശകലനം ചെയ്യാൻ ദേശീയ ദുരന്ത നിവാരണ സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും ദുരന്ത സാധ്യതകൾ കുറയ്ക്കുന്നതിന് നടപ്പിലാക്കിയ മാതൃകാ പദ്ധതികൾ വിലയിരുത്തുന്നതിനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജില്ലയിലെത്തി. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി ഓഫീസർ രജത് മൽഹോത്ര ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ, പദ്ധതികൾ എന്നിവയും അദ്ദേഹം വിശദീകരിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി സെക്രട്ടറി രാഖി സദു, സീനിയർ കൺസൾട്ടന്റ് സത്യകുമാർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആർക്കിടെക്ട് ആര്യ നരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.
ജില്ലയുടെ രൂപരേഖ, ജില്ലയിൽ നടന്നിട്ടുള്ള ദുരന്ത നിവാരണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ, അതിൽ നിന്നുൾക്കൊണ്ട പാഠങ്ങൾ എന്നിവയെക്കുറിച്ച് ഹസാർഡ് അനലിസ്റ്റ് സി ചിന്തു വിശദീകരിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ADM ആശ സി എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി, പ്ലാൻ കോർഡിനേറ്റർ രാഹുൽ കുമാർ, NDRF ഉദ്യോഗസ്ഥർ, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ, ആപ്തമിത്ര, സന്നദ്ധ സേനാ പ്രവർത്തകർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ ദുരന്ത സാധ്യത പ്രദേശങ്ങളിലും സംഘം സന്ദർശനം നടത്തി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും കർക്കിടകാരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും കർക്കിടക ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഒരു സാധാരണ ജീവിതത്തിന്റെ കൂടി ഭാഗമായി അതിന്റെ ചില രീതികൾ, ജീവിത രീതികൾ നമ്മുടെ ഭാഗമായി. ഇവിടെ മുതിർന്നവർ ധാരാളം പേർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നല്ല പ്രായം ചെന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ എല്ലാം വീടുകളിൽ, ഒരു വീട്ടിലെ സാധാരണ ഓരോ ജീവിത സന്ദർഭങ്ങളിലുമെല്ലാം ആയുർവേദവുമായി കൂടി കണക്റ്റഡ് ആയിട്ടുള്ള പലതും നമ്മുടെ ഒരു സാധാരണ വീടിന്റെ ഉള്ളിലെ ഒരു ചര്യയായിട്ട് നമ്മൾ പാലിച്ചു പോകുന്ന കാര്യമാണ്. ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ആയുർവേദത്തിന്റെ ഭാഗമായി പറയുന്ന മരുന്നുകൾ ആയിട്ടുള്ള ഇലകളോ അങ്ങനെയെല്ലാം ഉള്ളതാണ്. നമ്മൾ പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കുക. പ്രസവത്തിന് ശേഷമുള്ള ഒരു വീട്ടിലെ ആ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെ മുൻകൈ എടുത്ത് അവർ ചെയ്തു പോന്നിട്ടുള്ളത് ഈ പാരമ്പര്യ ചികിത്സയുമായി ബന്ധപ്പെട്ട പലതുമാണ്. ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാം ചെറിയ ഭാഗം നമ്മളെ കുളിപ്പിക്കാൻ തേക്കുന്ന എണ്ണ, അതിനു മുമ്പ് തേക്കുന്ന എണ്ണ ദേഹം മൊത്തം നമ്മൾ തേപ്പിക്കും. ആ തേക്കുന്നതെല്ലാം മിക്കവാറും ഇന്നല്ല മുമ്പ് തൊട്ടേ തന്നെ ആയുർവേദ ശാഖയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് പറയുന്ന ഏതെങ്കിലും സംഗതി ഇട്ടിട്ട് കാച്ചുന്ന എണ്ണയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഭക്ഷണക്രമം നോക്കിയാലും കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു തന്നെയാണ് ഇതെല്ലാം. ആശുപത്രിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, അംഗം J സിന്ധു, CDS ചെയർപേഴ്സൺ കല അശോകൻ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AT അഞ്ജു, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ അയ്യൂബ്, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CV രേഖ, മെഡിക്കൽ ഓഫീസർ M ഷൈമ എന്നിവർ സംസാരിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാനും അവരുടെ സർഗാത്മക ശേഷിയുടെ ഉന്നമനത്തിനുമായി വർണ്ണക്കൂടാരം ഒരുങ്ങി. നീർക്കുന്നം ഗവൺമെന്റ് SGV UP സ്കൂൾ അങ്കണത്തിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാനും അവരുടെ സർഗാത്മക ശേഷിയുടെ ഉന്നമനത്തിനുമായി വർണ്ണക്കൂടാരം ഒരുങ്ങി. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിലാണ് കുരുന്നുകൾക്ക് ആർത്തുല്ലസിക്കുവാനും ആട്ടവും പാട്ടും കളിച്ചിരി മേളങ്ങളുമായി ആടിത്തിമിർക്കാനുമായി വർണ്ണക്കൂടാരം ഒരുക്കി നൽകിയത്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. പുറം കളിയിടത്തിൽ വർണ്ണക്കല്ലുകൾ പാകിയ ഉദ്യാനവും പാറക്കെട്ടും വെള്ളച്ചാട്ടവും ഏറുമാടവുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം 3 ക്ലാസ് മുറികളിലായി ഒരുക്കിയ അകം കളിയിടത്തിൽ പരയിടവും ശാസ്ത്രയിടവും ഗണിതയിടവും ഉൾപ്പെടെ 7 ഇടങ്ങളാണ് തീർത്തിട്ടുള്ളത്. സലാം MLA വർണ്ണക്കൂടാരം കുരുന്നുകൾക്കായി തുറന്നു നൽകി. മുൻ വർഷങ്ങളിൽ നമുക്ക് അനുവദിക്കപ്പെട്ട് വരുന്ന സാഹചര്യം വന്നെങ്കിലും നമ്മുടെ സ്കൂളിലെ കെട്ടിട നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ആ സമയത്ത് നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്പേസ് എടുത്ത് അത് ചെയ്യാൻ പ്രയാസം പ്രാക്ടിക്കലായി വന്നതുകൊണ്ടാണ് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് മാറ്റി തന്നാൽ മതി എന്നൊരു ധാരണ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിൽ നമുക്കിതിപ്പോൾ ലഭിക്കുകയും പൂർണ്ണമാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ച് പറഞ്ഞു പോകുന്നില്ല. നമുക്ക് അവിടെ പോയി ഉദ്ഘാടനം ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് മിക്കവാറും എല്ലാ സ്കൂളുകളിലും നമുക്ക് വർണ്ണക്കൂടാരം
ഇനിയിപ്പോൾ ഒരു 2-3 സ്കൂൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്കൂളുകളിലും പഠനകൂടാരം സാധ്യമാക്കിയിട്ടുണ്ട്. കോടികൾ മുടക്കിയുള്ള വികസന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്കായി നമ്മൾ ചെയ്തു പോരുകയാണ്. ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ മുന്നോട്ട് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ നമുക്ക് പുതിയ സ്കീം, നേരത്തെ നമ്മൾ നിശ്ചയിക്കപ്പെട്ട സ്കീം, അത് ടെൻഡർ ചെയ്തു. പക്ഷേ ആരും പല പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും കൊടുത്തിട്ടില്ല. അത് വീണ്ടും ടെൻഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. 3,90 ലക്ഷം രൂപയുടെ പുതിയ ബിൽഡിംഗ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് കിഫ്ബിയുടെ ഫേസ്. ആ നിലയിൽ നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ വിദ്യാലയങ്ങളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് പൊതുവെ നമ്മൾ ആസൂത്രണം ചെയ്തു പോകുന്നത്. അതിൻ്റെ കൂടി ഭാഗമായി നമ്മുടെ സ്കൂളിന് അനുവദിച്ച പഠനകൂടാരം ഇവിടുത്തെ SMCയും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് വളരെ മനോഹരമായി അത് ഡിസൈൻ ചെയ്തിട്ടാണ് അതിപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ SMCയെയും അതുപോലെ അധ്യാപകരെയും HM ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്ത് അത് നന്നായി അത് ബിൽഡ് ചെയ്ത SMC ചെയർമാൻ പ്രശാന്ത് എസ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് ടി സജിത്, AEO വി ഫാൻസി, BPC വി അനിത, SMC വൈസ് ചെയർമാൻ PK കുഞ്ഞുമോൻ, അംഗങ്ങളായ B ഹാരിസ്, തൻസീർ, മദർ PTA പ്രസിഡന്റ് ശാലിനി സ്വരാജ്, സുജല വിശ്വൻ, സിസിലി, AJ സിസിലി, സോഫിയ, ദർശന എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക A നദീറ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിസങ്കീർണ ഹൃദയ ശസ്ത്രക്രിയ വിജയത്തിലെത്തിക്കാൻ സാധിച്ചത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന്റെ ഭാഗമായിട്ടാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 66 വയസ്സുള്ള ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രക്തധമനിയിൽ, മേജർ രക്തധമനിയിൽ, മഹാധമനി എന്ന് പറയുന്ന അയോർട്ടയിൽ ഉണ്ടായ ഒരു വീക്കം, അത് ശസ്ത്രക്രിയയിലൂടെ, അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ, അതിന്റെ വിശദാംശങ്ങളെല്ലാം CTVSന്റെ ടീം ഇവിടെയുണ്ട്, അവരത് വിശദീകരിക്കും. അത് ചെയ്യുകയും രോഗി സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണിത്. അത് ചെയ്യുകയും രോഗി സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണിത്. അതൊരു സംശയമില്ല. ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന രക്തധമനിയിൽ അപൂർവ വീക്കം ബാധിച്ച കാർത്തികപ്പള്ളി സ്വദേശിയായ പുത്തൻമണ്ണിൽ രണദേവിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ഡോക്ടർമാർ അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് പുതുജീവൻ സമ്മാനിച്ചത്. കഴിഞ്ഞ ജൂൺ 30-ന് 10 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഓപ്പറേഷനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഈ മാസം 16-ന് രണദേവ് ആരോഗ്യവാനായി ആശുപത്രി വിട്ടു. വീക്കം മഹാധമനിയുടെ പ്രധാന ഭാഗത്തായിരുന്നതിനാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തി ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള നിയന്ത്രിതമായ രക്തചംക്രമണം ഉറപ്പാക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളി. 4 മണിക്കൂറോളം ഹാർട്ട് ലങ് മെഷീന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുകയും വീക്കം വന്ന ഭാഗം നീക്കം ചെയ്ത് കൃത്രിമ രക്തധമനി വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന അപൂർവ രോഗാവസ്ഥയാണിത്. സ്വകാര്യ ആശുപത്രികളിൽ 15 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഈ അപൂർവ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായിട്ടാണ് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 48 മണിക്കൂർ വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകി. പിന്നീട് ബോധം വീണ്ടെടുത്ത രോഗിയെ ICUവിൽ 5 ദിവസം പരിചരിക്കുകയും തുടർന്ന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. സർജറിയിൽ ആവശ്യമായ വില കൂടിയ ഉപകരണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഹരികുമാർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നതിൽ 80% മുകളിലും പാവപ്പെട്ട ജനങ്ങളാണ്. അതായത് ഹെൽത്ത് കാർഡുള്ളവരും അല്ലെങ്കിൽ BPLന്റെ പരിധി വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലുള്ള ചികിത്സ ഗവൺമെന്റിന്റെ സഹായത്തിൽ കാസ്പിന്റെ സ്കീമിൽപ്പെടുത്തി ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നത് വളരെ ഗുണകരമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വലിയൊരു സഹായമാണ്.
അപ്പോൾ ഈ കേസിന് തന്നെ 2.5 ലക്ഷത്തിന് മേലിലാണ് ചികിത്സാ സഹായം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് നോക്കിയാൽ ഏകദേശം 2800 പേർക്കെങ്കിലും മുകളിൽ നമുക്ക് കാസ്റ്റിന്റെ ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയയിൽ ഡോക്ടർ വി സുരേഷ് കുമാർ, KT ബിജു, ഡോക്ടർ ആനന്ദക്കുട്ടൻ, ഡോക്ടർ കൊച്ചുകൃഷ്ണൻ, ഡോക്ടർ വീണ, ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ ബിറ്റു, ഡോക്ടർ അനാമിക, ഡോക്ടർ ചോങ് തുടങ്ങിയ വിദഗ്ധർ പങ്കാളികളായി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ഒളിമ്പ്യാഡ് അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരന്ത സാധ്യതകൾ വിശകലനം ചെയ്യാൻ ദേശീയ ദുരന്ത നിവാരണ സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ശ്രീ ദേവവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും കർക്കിടാരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാനും അവരുടെ സർഗാത്മക ശേഷിയുടെ ഉന്നമനത്തിനുമായി വർണ്ണക്കൂടാരമൊരുങ്ങി. നീർക്കുന്ന ഗവൺമെന്റ് SGV UP സ്കൂൾ അങ്കണത്തിലാണ് വർണ്ണക്കൂടാരമൊരുക്കിയത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. പത്മകുമാർ. ശസ്ത്രക്രിയാ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.